നമസ്കാരം. BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും സർക്കാർ ഗവർണർ പോര് അതിരൂക്ഷമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പശ്ചിമ ബംഗാളിലെ പ്രശ്നങ്ങൾ എല്ലാ സീമകളും ലംഘിക്കുന്നവയാണ്. മലയാളിയായ സംസ്ഥാന ഗവർണർ CV ആനന്ദബോസിനെ ലൈംഗിക പീഡനക്കേസിൽ കുടുക്കാനാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമുള്ളവർ ശ്രമിച്ചത് എന്നാണ് പരാതി. ഈ പരാതി ചീറ്റിപ്പോയിട്ടും അടുത്ത അടവുകൾ നോക്കുകയാണ് മമത എന്നും സൂചനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിലാണ് രാജ്ഭവൻ ഓഫീസിലെ ഒരു ജീവനക്കാരിയെ ഗവർണർ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ആദ്യമുയർന്നത്. ജീവനക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാജ്ഭവനിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തന്നെ ഗവർണർ മോശമായി സ്പർശിച്ചു എന്നും ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നായിരുന്നു പരാതിക്കാരി പോലീസിൽ വ്യക്തമാക്കിയത്. ഏപ്രിൽ 19-നും 24-നുമാണ് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചത് എന്നായിരുന്നു പരാതി. ജീവനക്കാരിക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനു വേണ്ടി താൻ ശ്രമിക്കാമെന്ന് ആനന്ദബോസ് പറഞ്ഞതായും പരാതിയിൽ പറയുന്നുണ്ട്. പോലീസിന് ജീവനക്കാരിയുടെ പരാതി ലഭിച്ചിട്ടുള്ളതായി സെൻട്രൽ ഡിവിഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ദിര മുഖർജി സ്ഥിരീകരിച്ചു. ഗവർണർക്കെതിരായ പരാതി ഹരേ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് കൈമാറിയതായും അവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇത് ഗവർണറെ പൂട്ടാനുള്ള തന്ത്രമാണെന്ന് അപ്പോൾ തന്നെ അഭിപ്രായമുയർന്നിരുന്നു. അത് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് പിന്നീടുണ്ടായത്. ഗവർണർക്കെതിരെ പരാതി നൽകിയെന്ന് പറയുന്ന സ്ത്രീ തനിക്ക് പരാതിയില്ലെന്ന് രേഖാമൂലം പലവട്ടം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞിട്ടും കേസ് പിൻവലിച്ചിട്ടില്ല. ഇപ്പോൾ രാജ്ഭവൻ സ്റ്റാഫിനെയും ഗവർണറുമായി അടുത്ത് നിൽക്കുന്നവരെയും വ്യാജ കേസുകളിൽ കുടുക്കി ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ നടത്തിയ ജുഡീഷ്യൽ അന്വേഷണവും മമതയ്ക്ക് എതിരായി. അടുത്തിടെയുണ്ടായ ഹൈക്കോടതി വിധിയും മമതാ ബാനർജിക്ക് തിരിച്ചടിയാണ്. പശ്ചിമ ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമ സംഭവങ്ങളിൽ ഇരയായവരെ രാജ്ഭവനിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് പോലീസ് തടഞ്ഞ നടപടിയെ ഗവർണറും കൊൽക്കത്ത ഹൈക്കോടതിയും രൂക്ഷമായി വിമർശിച്ചു. അക്രമത്തിന് ഇരയായവർക്കും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും ഗവർണറെ കാണുന്നതിന് രാജ്ഭവൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ അവർ രാജ്ഭവനിൽ പ്രവേശിക്കുന്നത് പോലീസ് തടയുകയായിരുന്നു. ഇക്കാര്യത്തിൽ അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ട് ഗവർണർ CV ആനന്ദബോസ് മുഖ്യമന്ത്രിക്ക് കത്തുമയച്ചു. പശ്ചിമ ബംഗാൾ ഗവർണർ വീട്ടുതടങ്കലിലാണോ എന്ന് കൊൽക്കത്ത ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഗവർണർ അനുമതി നൽകിയാൽ അക്രമത്തിന് ഇരയായവർക്കൊപ്പം പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കും രാജ്ഭവനിൽ സന്ദർശനം നടത്താമെന്നാണ് കോടതിയുടെ വിധി. രാജ്ഭവൻ സ്റ്റാഫിനെതിരെ എടുത്ത കേസ് സ്റ്റേ ചെയ്യുകയും ചെയ്തതും മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടിയായി. അതിനിടെ മമത സർക്കാരിലെ അഴിമതിക്കാരായ മന്ത്രിമാർക്കും നേതാക്കൾക്കുമെതിരായ കള്ളക്കേസുകളിലും ഗവർണർ പിടിമുറുക്കിയിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇത്തരത്തിൽ ഗവർണറുടെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ക്രമസമാധാന പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഇടപെടാം എന്ന നിയമം അവിടെ നിലനിൽക്കെയാണ് ഗവർണർ CV ആനന്ദബോസ് ഇപ്പോൾ പുതിയ നടപടികളുമായി മമതാ ബാനർജിയെ പൂട്ടാൻ ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിലും ഇതുപോലെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ പല വിഷയങ്ങളിലും അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ലോക കേരള സഭയ്ക്ക് ഗവർണറെ ക്ഷണിക്കാനെത്തിയ ചീഫ് സെക്രട്ടറി വേണുവിനോട് ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി തന്നെ അവതരിപ്പിച്ച് താൻ ഒരിക്കലും ആ പരിപാടിക്ക് വരില്ല എന്ന കാര്യം ഗവർണർ അറിയിച്ചത് വലിയ വാർത്തയായിരുന്നു. ഗവർണർ എന്നാൽ രാഷ്ട്രപതിയുടെ നോമിനിയാണ്. കേന്ദ്ര സർക്കാരാണ് ഗവർണറെ നിയമിക്കുന്നത്. പക്ഷേ അത് രാഷ്ട്രപതി ഭവൻ അംഗീകരിക്കണം. പശ്ചിമ ബംഗാളിലെ പല വിഷയങ്ങളിലും നേരിട്ട് ഇടപെടുകയും ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഗവർണർ CV ആനന്ദബോസ്. അദ്ദേഹത്തെ എങ്ങനെങ്കിലും ഒതുക്കാനുള്ള ശ്രമമാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പരാതി വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇനി ഗവർണറുടെ കൂടെ നിൽക്കുന്നവരെ കൂടി കേസിൽപ്പെടുത്താനുള്ള തന്ത്രങ്ങളാണ് മമതാ ബാനർജി പയറ്റാൻ പോകുന്നത് എന്നാണ് സൂചനകൾ.